മുൻ MLA കാരാട്ട് റസാഖാണ് നമ്മളോടൊപ്പം ഉള്ളത്. നേരത്തെ PV അൻവർ MLA വലിയ കടുത്ത ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്ന സമയത്ത് ആദ്യം തന്നെ പിന്തുണച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ എങ്ങനെയാണ് PV അൻവർ MLAയുടെ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്? നേരത്തെ PV അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും പിന്തുണ നൽകിയിട്ടുണ്ട്. പിന്നീട് പാർട്ടിയും മുന്നണിയും ഗവൺമെൻറ്റും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും PV അൻവറിൻ്റെ കാര്യങ്ങളിൽ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടത്താമെന്ന് പറയുകയും അന്വേഷണം നടത്താൻ ഉത്തരവിടുകയും ചെയ്തു. ചില ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു, ചില ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റം നടത്തപ്പെട്ടു. അങ്ങനെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുകയുണ്ടായി. പിന്നീടുള്ള വിവാദങ്ങൾക്ക് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന് പിന്നീട് പിന്തുണ നൽകാതിരുന്നത്. P. ശശിക്കെതിരെയുള്ള നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളിൽ തൃപ്തനാണോ? അല്ല, P. ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് PV അൻവറിന് വേണ്ടിയാണ്. അത് സംബന്ധിച്ച് പാർട്ടി ഒരു തീരുമാനം പറഞ്ഞു, മുന്നണി ഒരു തീരുമാനം പറഞ്ഞു, മുഖ്യമന്ത്രി ഒരു തീരുമാനം പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ ഞാനുള്ളത്. മുഖ്യമന്ത്രി സ്വാഭാവികമായും PV അൻവറിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയും അദ്ദേഹത്തിൻ്റെ ചില വർഗീയ നിലപാടുകൾക്കെതിരെയുള്ള ചില പരാമർശങ്ങളും അടക്കമാണ് നടത്തുന്നത്. PV അൻവർ അത്തരത്തിലൊരു വർഗീയമായ തരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? അല്ല, വർഗീയമായിട്ടുള്ളൊരു നിലപാട് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് ഒരു വർഗീയവാദി എന്നുള്ള നിലക്കുള്ളൊരു കാഴ്ചപ്പാട് ശരിയല്ല. വർഗീയവാദി എന്ന് പറയുന്നത് മറ്റ് മതക്കാരെ അധിക്ഷേപിക്കുകയും അവർക്കെതിരെ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വർഗീയവാദിയാവുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് പൂർണ്ണമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ അത്തരത്തിൽ PV അൻവറിന് എവിടെയെങ്കിലും വിമർശനം ഉന്നയിക്കുന്നതിൽ പിഴവ് സംഭവിച്ചോ? അല്ല, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. കേട്ട സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. PV അൻവർ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഏകദേശം പ്രഖ്യാപനത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു, ആ സമയത്തെല്ലാം തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത്തരമൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭാവിയുണ്ടെന്ന് കരുതുന്നുണ്ടോ? എന്താണ് ഈ നീക്കത്തെ നോക്കിക്കാണുന്നത്? അല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഭാവിയുണ്ടോ ഭാവിയില്ല എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന ആളാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എത്രമാത്രമുണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും ഒപ്പം തന്നെ ഹവാല ഇടപാടുമായും എല്ലാം തന്നെ സംശയത്തിൻ്റെ മുൾമുനയിൽ മുഖ്യമന്ത്രി നിർത്തി എന്നുള്ളതാണ് PV അൻവറിൻ്റെ ഒരു പ്രധാന ആരോപണം, അല്ലെങ്കിൽ അൻവറിനെ ചൊടിപ്പിച്ചിട്ടുള്ളത്. അത്തരമൊരു നീക്കമുണ്ടായിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടാവും. അൻവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അൻവറും വ്യക്തമാക്കിയിട്ടുണ്ടാവും. രണ്ടു കൂട്ടർക്കും പലതും വ്യക്തമായിട്ടുണ്ട്. അത് രണ്ടു കൂട്ടരും വ്യക്തമാക്കി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷത്തിന് മുന്നിലുള്ളത്. ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിൻ്റെ ഈ മുന്നോട്ട് പോക്കിൽ സംതൃപ്തനാണോ? ഇപ്പോൾ ഞാൻ CPIMൻ്റെ സഹയാത്രികനാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നും തന്നെ ഇപ്പം നിലനിൽക്കുന്നില്ല. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അൻവർ രൂപീകരിക്കാൻ പോകുന്ന പാർട്ടിയെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയതിന് ശേഷമേ എന്തെങ്കിലും കാര്യങ്ങൾ തീർത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖമാണ് മറ്റൊരു വിഷയം. ഒരു പ്രദേശത്തെ ആകെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നു എന്ന് തോന്നിയോ? അല്ല, ഒരു പ്രദേശത്തെയും ഒരു ജില്ലയെയും വിവാദ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പിഴവായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്. PR-ൻ്റെ പിഴവായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായിരിക്കും സത്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
ഇടതുപക്ഷത്തിന് മുമ്പില്ലാത്ത വിധം PR ഏജൻസികളെ കൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിൽ അഭിമുഖം കൊടുപ്പിക്കേണ്ടുന്ന ഗതിയിലേക്കൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനം അല്ലെങ്കിൽ CPM എത്തിയോ? അല്ല, അത് സംബന്ധിച്ച് അങ്ങനെ ഒരു 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 പിന്നെ അഭിപ്രായം പറയാൻ ഞാൻ അശക്തനാണ്. അത് മുഖ്യമന്ത്രിയാണ്, പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. നമ്മളൊക്കെ ചെറിയൊരു സഹയാത്രികൻ മാത്രമാണല്ലോ. അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല.